പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഭക്തിയോടുകൂടെ നമുക്ക് ഈ ബലി അർപ്പിക്കാം. നമ്മൾ അടിമസമർപ്പണം ചെയ്യുന്നവരാണ്. അടിമസമർപ്പണം അത് കേരളത്തിലുള്ള ഒരു രീതിയാണ്. ഇപ്പോൾ ഇവിടെ വന്ന് ചോദിക്കാറുണ്ട് അടിമസമർപ്പണം. പക്ഷേ അങ്ങനെ ഒരു പ്രാർത്ഥന ഇവിടെ ഇല്ല. ഇവിടെ പൊതുവായിട്ട് വെഞ്ചരിപ്പ് പ്രാർത്ഥനയുള്ളൂ. യഥാർത്ഥത്തിൽ അത് തന്നെയാണത്. നമ്മൾ കർത്താവിൻ്റെ അടിമകളായി, അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് സെൻസിലല്ല, കർത്താവിന് നമുക്ക് തോന്നിയ പോലെ ഉപയോഗിക്കാൻ വേണ്ടിയില്ല. കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ കർത്താവെ അങ്ങയുടെ കൂടെ നിന്നോളാം, എന്നെ അങ്ങയുടെ ഇഷ്ടം പോലെ അങ്ങ് ഉപയോഗിച്ചോളൂ എന്ന് പറയുന്ന ഒരു രീതിയാണ്. മാമോദീസയിലൂടെ, കുമ്പസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ വിവാഹത്തിലൂടെ ഒക്കെ നമ്മൾ കർത്താവിന് ദാസനും ദാസിയുമായി ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്, വാക്ക് കൊടുത്തിട്ടുള്ളതാണ്. നമുക്ക് ഈ കുർബാന സമയം ഒരിക്കൽ കൂടി കർത്താവെ അങ്ങയുടെ ഇഷ്ടം പോലെ എന്നോട് പ്രവർത്തിച്ചോളൂ, ഞാൻ അങ്ങയുടെ മുമ്പിൽ ഒരു ദാസനെ പോലെ നിന്നുകൊള്ളാം. ഇത് നമ്മുടെ സ്വാതന്ത്ര്യത്തോടെ എടുക്കുന്ന തീരുമാനമാണ്. പേടിച്ചോ അല്ലെങ്കിൽ ആരുടെ നിർബന്ധത്തിലോ എടുക്കുന്ന കാര്യമല്ല. നമുക്ക് ഈ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ മുഴുവൻ അനുഗ്രഹം വന്നു ചേരുന്നതിന് ഇന്നത്തെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തെ പറയും, തോട്ടൂസ് തൂസ്, അതെല്ലാം നിനക്ക് എല്ലാം നിനക്ക് എന്ന് പറഞ്ഞ് മറിയത്തിനു മുമ്പിൽ സമർപ്പണം നടത്തിയ വിശുദ്ധനെ നമ്മൾ കൊണ്ടാടുമ്പോൾ മറിയം ദൈവത്തിനു മുമ്പിൽ സമർപ്പണം നടത്തിയതുപോലെ നമുക്ക് ദൈവത്തിനു മുമ്പിൽ സമർപ്പണം നടത്താം. സഹോദരരേ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ,
പാപ്പായായ വിശുദ്ധ ജോൺ പോൾ അങ്ങ് സാർവത്രിക സഭയാൽ ആധ്യക്ഷ്യം വഹിക്കാൻ അങ്ങ് തിരുവുള്ളമായല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളാൽ ഉദ്ബോധിതരായി മാനവരാശിയുടെ ഏകരക്ഷകനായ ക്രിസ്തുവിൻ്റെ രക്ഷാകര കൃപാവരത്തിനായി വിശ്വാസത്തോടെ ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ. പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. അതുകൊണ്ടെന്ത്? നാം നിയമത്തിന് കീഴ്പ്പെട്ടവരല്ല, കൃപയ്ക്ക് കീഴ്പ്പെട്ടവരാണ് എന്നതുകൊണ്ട് നമുക്ക് പാപം ചെയ്യാമോ? ഒരിക്കലും പാടില്ല. നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിൻ്റെ അടിമകൾ. ഒരിക്കൽ നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച പ്രബോധനം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് മോചിതരായി നിങ്ങൾ നീതിക്ക് അടിമകളായതിനാൽ ദൈവത്തിനു നന്ദി. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം. കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം. ഇസ്രായേൽ പറയട്ടെ, കർത്താവ് നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, ജനങ്ങൾ നമുക്കെതിരെ ഉയർന്നപ്പോൾ കർത്താവ് നമ്മോട് കൂടെ ഇല്ലായിരുന്നെങ്കിൽ, അവരുടെ കോപം നമുക്കെതിരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം. കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം. ജലപ്രവാഹം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു, മലവെള്ളം നമ്മെ മൂടിക്കളയുമായിരുന്നു. ആർത്തിരമ്പുന്ന പ്രവാഹം നമ്മുടെ മേൽ കവിഞ്ഞൊഴുകുമായിരുന്നു. നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കാതിരുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം. കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം. വേടൻ്റെ കെണിയിൽ നിന്ന് പക്ഷിയെപ്പോലെ നമ്മൾ രക്ഷപ്പെട്ടു. കെണി തകർന്നു, നാം രക്ഷപ്പെട്ടു. ആകാശവും ഭൂമി സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം. കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം. കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യപുത്രൻ ഏതു ദിവസം വരുമെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ഇത് അറിഞ്ഞുകൊള്ളുവിൻ. കള്ളൻ ഏതു മണിക്കൂറിൽ വരുമെന്ന് കൃഗനാഥൻ അറിഞ്ഞിരുന്നുവെങ്കിൽ തൻ്റെ വീട് കുത്തി തുറക്കുവാൻ അനുവദിക്കുമായിരുന്നില്ല. നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ, എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത്. പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, വീട്ടുജോലിക്കാർക്ക് യഥാസമയം
ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥൻ ആരാണ്? യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ തൻ്റെ സകല സ്വത്തുക്കളുടെ മേലും അവനെ നിയമിക്കും. എന്നാൽ ആ ഭൃത്യൻ തൻ്റെ യജമാനൻ വരാൻ വൈകും എന്ന് ഉള്ളിൽ കരുതി യജമാനൻ്റെ ദാസന്മാരെയും ദാസ്യമാരെയും അടിക്കുവാനും തിന്നുകുടിച്ച് ഉന്മത്തനാകുവാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരികയും അവനെ ശിക്ഷിച്ച് അവൻ്റെ പങ്ക് അവിശ്വാസികളുടെ കൂടെ ആക്കുകയും ചെയ്യും. യജമാനൻ്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. എന്നാൽ അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഹമായ തെറ്റു ചെയ്യുന്നുവെങ്കിൽ അവൻ ലഘുവായേ പ്രഹരിക്കപ്പെടുകയുള്ളൂ. അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിച്ചവനോട് അധികം ചോദിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ദാസൻ എന്ന വാക്ക് അത് നെഗറ്റീവ് സെൻസിൽ നമുക്ക് മനസ്സിലാക്കാം, പോസിറ്റീവ് സെൻസിൽ മനസ്സിലാക്കാം. ഒരാളുടെ തോന്നിവാസത്തിന് നിൽക്കേണ്ടി വരുന്ന അവസ്ഥ, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഞാൻ വെറും ദാസൻ മാത്രമാണ്, എനിക്കിവിടെ ഒരു അവകാശവും ഇല്ല, എനിക്കൊന്നിനും ഇവിടെ ഒരു കാര്യവും ഇല്ല എന്ന് പറയുന്നത് പോലെ. പക്ഷേ പോസിറ്റീവ് സെൻസിൽ അത് നമ്മളെ ബോധപൂർവം എടുക്കുന്ന ഒരു തീരുമാനമാണ് ദാസൻ. ഈശോയെക്കുറിച്ച് പറയുന്നത് സഹനദാസൻ എന്നാണ് ഈശോയെക്കുറിച്ച്. അതുകൊണ്ടാണ് യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം 4 പ്രാവശ്യമാണ് സഹനദാസൻ എന്ന് പറഞ്ഞ യേശയ്യാ പ്രവാചകൻ ഈശോയെക്കുറിച്ച് പറയുന്നത്. അതിൽ 4-ാമത്തെ പാട്ട്, സഹനദാസൻ്റെ പാട്ടുകൾ, അതിൽ 4-ാമത്തെ പാട്ടിൽ 53-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. അതൊരു കുഞ്ഞാടിൻ്റെ ഒരു പ്രതീകം, അതാണ് അത് ദാസൻ്റെ പ്രതീകമാണ് കുഞ്ഞാട്. ഈശോയെ പ്രതിനിധീകരിച്ച് നമ്മളെപ്പോഴും കാണുന്നൊരു കാര്യമാണ്. ഇവിടെ എനിക്കൊന്ന് അൾത്താരയിലുണ്ടെന്ന് തോന്നുന്നു കുഞ്ഞാട്, കൊടി പിടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞാട്. അപ്പോൾ അത് ഞാൻ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റിക്കൊള്ളാം, അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു രീതി. ബലിക്കുള്ള കുഞ്ഞാടവിടെ എന്ന് നമ്മുടെ അബ്രഹാം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ ബലിക്കുള്ള കുഞ്ഞാടെവിടെ എന്ന് ഇസ്ഹാക്ക് അബ്രഹാത്തോട് ചോദിക്കുമ്പോൾ ഉൽപ്പത്തി 22:8 തൊട്ടടുത്ത വചനത്തിൽ ദൈവം തന്നെ തരും എന്ന് പറയും. ദൈവം തന്നെ തരും, ബലിക്കുള്ള കുഞ്ഞാടിന് ദൈവം തന്നെ തരും. അതിൻ്റെ ഒരു മറുപടി പോലെയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം വാക്യത്തിലും 36-ാമത്തെ വാക്യത്തിലും ഈശോ നടന്നു പോകുമ്പോൾ സ്നാപക യോഹന്നാൻ പറയും, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ ഈ കുഞ്ഞാടെന്ന പ്രതീകം ഒരു ദാസൻ്റെ പ്രതീകമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നിന്നുകൊടുക്കുന്നതിൻ്റെ പ്രതീകമാണ്. ഇനി അത് പറയുന്നത് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ്. അത് ലാറ്റിൻ കുർബാനയിൽ അത് നമ്മൾ പറയുന്നത് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇതാ എന്ന് പറയുന്നത് അത് ഒരു സന്നദ്ധതയുടെ ഒരു വാക്കാണ്. ഇതാ ഞാൻ അബ്രഹാത്തെ വിളിച്ച്, അബ്രഹാം നീ എവിടെ, ഇതാ ഞാൻ എന്ന് പറഞ്ഞ് അബ്രഹാം മറുപടി പറയും. അത് ഉൽപ്പത്തി 22:1. അപ്പോൾ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. മറിയം പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദാസി. അങ്ങനെ പറയുന്നത് അത് ഒരു സന്നദ്ധതയുടെ ഇതാ ഞാൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ പൗരോഹിത്യ സ്വീകരണ സമയത്ത് ഇതാ ഞാൻ എന്ന് പറയും, അങ്ങ് അരുളി ചെയ്താലും എന്ന് ബൈബിളിൽ പറയുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഒരു സമർപ്പണം ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു ജീവിതമാണ്. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നത്. സുവിശേഷം ലൂക്ക 12:43
യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. അപ്പോൾ ഭൃത്യൻ അത് ഒരു വയ്യാവേലി കണക്ക് പെട്ടുപോയി എന്ന് കരുതി ചെയ്യേണ്ട കാര്യമല്ല, അത് വളരെ ഇഷ്ടത്തോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. അതാണ് ഭൃത്യൻ. യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനാകുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. അതുകൊണ്ടാണ് ഈശോ അവസാനം വരെ തൻ്റെ ഈ ദൗത്യത്തിൽ തുടർന്നു കൊണ്ടുപോയത് കൊണ്ടാണ് ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചത്. അതെല്ലാ സുവിശേഷങ്ങളിലും തന്നെ പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 18-ാം അധ്യായം 11-ാം വാക്യത്തിൽ പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? ഞാനത് കുടിക്കണം, കാരണം അത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അത് പിതാവ് ഏൽപ്പിച്ച ജോലിയിൽപ്പെട്ട കാര്യമാണ് ഈ പാനപാത്രം കുടിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് പീലാത്തോസിന് മുമ്പിൽ നിൽക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇവനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോഴും പീലാത്തോസ് പറയുകയാണ്, ഇതാ മനുഷ്യൻ, ഇതാ മനുഷ്യൻ. അത് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 5-ാം വാക്യമാണ്. 4-ാം വാക്യത്തിൽ പീലാത്തോസ് വീണ്ടും പുറത്തു വന്ന് അവരോട് പറഞ്ഞു, ഒരു കുറ്റവും ഞാൻ അവൻ കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയാൻ ഇതാ അവനെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. മുൾക്കിരീടവും ചുവന്ന മേലങ്കിയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ, ഇതാ മനുഷ്യൻ. അതായത് സന്നദ്ധതയുള്ള ഒരാൾ, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിയ ആൾ, പാപമില്ലാത്തൊരാൾ, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതാ മനുഷ്യൻ, ഇതാ മനുഷ്യൻ. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നൊരു കാര്യം, യജമാനൻ വരാൻ വൈകും എന്ന് കരുതി തെറ്റ് ചെയ്തയാൾ. അത് ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 45-ാമത്തെ വാക്യമാണ്. എന്നാൽ ആ ഭൃത്യൻ തൻ്റെ യജമാനൻ വരാൻ വൈകും എന്ന് ഉള്ളിൽ കരുതി യജമാനൻ്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കാനും തിന്നുകുടിച്ച് ഉന്മത്തനാകാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരികയും അവനെ ശിക്ഷിച്ച് അവൻ്റെ പങ്ക് അവിശ്വാസികളോടുകൂടെ ആക്കുകയും ചെയ്യും. നമ്മൾ ദൈവത്തിന് മുമ്പിൽ ഇരിക്കുമ്പോഴും നമ്മൾ ആളുകളെ പേടിച്ച് പല കാര്യങ്ങളും ചെയ്യാറില്ല. ഇപ്പോൾ നമ്മൾ ഒരു വിവാഹേതര ബന്ധം, അത് ചിലപ്പോൾ അപ്പനും അമ്മയും അറിഞ്ഞാൽ കള്ളുകുടിച്ചിട്ട് വരുമ്പോഴും അതിൻ്റെ മണം മറയ്ക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന ചില കാര്യങ്ങൾ, വായിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് അത് വെച്ച് മണം മറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്കത് ബോധമുള്ളത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്, ഇല്ലേ? വീട്ടുകാരറിയാൻ പാടില്ല. ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒത്തിരി ഫോൺ അത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടി വരും. വരുന്ന ഫോണൊക്കെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടി വരും. ഇത് വീട്ടുകാരറിയാതെ കൊണ്ട് നടക്കണം. ഇത് വീട്ടുകാരറിയുമെന്ന് കരുതിയാണ് അത് അത്ര ബുദ്ധിപൂർവ്വം ചെയ്യുന്നത്. മണ്ടത്തരം കാണിക്കാതെ ബുദ്ധിപൂർവ്വം ചെയ്യും. ദൈവം കാണുന്നുണ്ടല്ലോ, ദൈവം കാണുന്നുണ്ടല്ലോ. അപ്പോൾ ദൈവത്തിന് മുമ്പിലല്ലേ നമ്മൾ അടിമസമർപ്പണം വെച്ചിരിക്കുന്നത്? കൂദാശകളിലൂടെ, കുമ്പസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ, മാമോദീസയിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ വിവാഹത്തിലൂടെ ഒക്കെ നമ്മൾ ദൈവത്തിന് അടിമസമർപ്പണം ചെയ്തവരാം. ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. എന്നോട് ചില അച്ഛന്മാർ ചോദിച്ചു, ഈ ആവേ മരിയ സെൻറ്ററിലെ ബ്ലെസ്സിങ്ങിന് നിൽക്കുന്ന അച്ഛന്മാരും, അച്ഛാ അടിമ, അവർക്ക് ആ വാക്കാദ്യം കിട്ടിയില്ല, എന്തൊക്കെ പറഞ്ഞിട്ട് അതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പിടികിട്ടി. അടിമസമർപ്പണം, അടിമയിരുത്തുക എന്താണെന്ന് അവർക്കറിയില്ല. കാരണം അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതിവിടെ ഇല്ല, മൊത്തത്തിലൊരു പ്രാർത്ഥനയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മുഖം മാറുന്നത് കാണണം. എന്തോ അരുതാത്തത് നിങ്ങൾ ചെയ്തതുപോലെ അവരങ്ങനെ ആഗ്രഹിച്ച് അടിമയിരുത്തണം, കൊച്ചിന് അടിമയിരുത്തണം എന്ന് പറഞ്ഞു വരും. അപ്പോൾ അതിവിടെ ഇല്ല എന്ന് പറയുമ്പോൾ അവർക്ക് സങ്കടമായതുപോലെ. ഒരു സെക്കൻഡ് കൊണ്ടുള്ള അടിമസമർപ്പണമോ, അതെന്തൊരു സമർപ്പണമാണ്! ഒരു സെക്കൻഡ് ഒരു അച്ഛൻ്റെ ആശീർവാദം കിട്ടുന്ന സമർപ്പണം, അതാണോ അടിമസമർപ്പണം? ജീവിതകാലം മുഴുവനുള്ളതല്ലേ അടിമസമർപ്പണം? ദൈവത്തിൻ്റെ മുമ്പിലുള്ള സമർപ്പണം. അത് ഒരു സെക്കൻഡ് ഒരു അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മാത്രം ചെയ്യുന്നതാണോ അടിമസമർപ്പണം? ആണോ? അങ്ങനെയാണോ അടിമ സമർപ്പിക്കേണ്ടത്? ദാസനെ പോലെ ഞാൻ നിന്നുകൊള്ളാമെന്ന് പറയേണ്ടത് ഒരു സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള സമർപ്പണം. അങ്ങനെ ഒരു സമർപ്പണമില്ല. അത് കബളിപ്പിക്കല, അത് പറ്റിക്കല. അങ്ങനെ പറ്റിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ടായിരിക്കാം കാര്യങ്ങളൊന്നും നടക്കാത്തത്. അതൊരു കെണിയ. അങ്ങനെ അത് നടന്നില്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ അങ്ങനെ വിചാരിക്കും, അത് സാധിച്ച് കൊടുത്തില്ലെങ്കിൽ അപ്പം തന്നെ മുഖം മാറും.
പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെയാണോ നമ്മുടെ സമർപ്പണം? ദൈവം ആഗ്രഹിക്കുന്നത് പോലെയാണെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തെ പിശാചിൻ്റെ ആഗ്രഹത്തിന് വിട്ടുകൊടുക്കുമോ? ഇന്ന് ഒന്നാം വായനയിൽ പറയുന്ന കാര്യം എന്താണ്? ജഡമോഹം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. പാപത്തിന് വിട്ടുകൊടുത്തിരിക്കുക, വേണമെങ്കിൽ പ്രയോഗിച്ചോ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ വിട്ടുകൊടുത്തിരിക്കുക. നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ. അതാണ് ദൈവം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന തെറ്റ്, യജമാനൻ വരാൻ വൈകും, കർത്താവ് ഇതൊന്നും കാണുന്നില്ല, യജമാനൻ വരാൻ വൈകും, അല്ലെങ്കിൽ ഇന്ന് വേണ്ട നാളെ സമർപ്പിക്കാം, അല്ലെങ്കിൽ ഒരാഴ്ച കൂടി അങ്ങ് പോട്ടെ, അത് കഴിഞ്ഞിട്ട് കുമ്പസാരിക്കാം, അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി നന്നായിട്ട് ജീവിക്കാം, ഇത് പോകുന്നവരെ അങ്ങ് പോട്ടെ, ഈ ബന്ധം, ഈ അനധികൃത ബന്ധം അത് പോകുന്നവരെ പോട്ടെ, എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് സമർപ്പിക്കാം എന്ന് കരുതുകയാണെങ്കിൽ അതൊരു കെണിയാണ്. അത് പിശാച് വയ്ക്കുന്ന കെണിയാണ്. നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ, നിങ്ങൾ അവൻ്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? അതാണ് ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിൻ്റെ അടിമകൾ. അതാണ് ഈ രണ്ട് ഓപ്ഷൻ നമുക്ക് വെച്ചിരിക്കുകയാണ്. അപ്പം ജഡമോഹങ്ങൾ, അതാണ് ഒന്ന്. മദ്യം ജഡത്തിൻ്റെ പാപമാണ്, വ്യഭിചാരം ജഡത്തിൻ്റെ പാപമാണ്, വെറുപ്പ്, വിദ്വേഷം, അങ്ങനെയുള്ള കാര്യങ്ങളും ജഡത്തിൻ്റെ പാപമാണ്. അപ്പം ജഡമോഹങ്ങൾ നമ്മൾ എന്തിനാണ് അടിമ ആയിരിക്കുന്നത്? ചിലവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ വെറുതെ അനാവശ്യമായ സംസാരമൊക്കെ കൂടി അങ്ങനെ കെണിയിൽ പെട്ടുപോയി. ഇങ്ങനെ വന്ന് ഒരു അപകടം ഇങ്ങനെ വന്ന് മുന്നിൽ നിൽക്കും, പക്ഷെ അപകടത്തിൽ വീണിട്ടില്ല, പക്ഷെ കെണിയിൽ പെട്ടതുപോലെയുള്ള അവസ്ഥകളുണ്ട്. അങ്ങനെ ആരെങ്കിലും പാപത്തിനോ നമ്മളെ ഭരിക്കാൻ ചില വ്യക്തികൾക്കോ ചില കാര്യങ്ങൾക്കോ സ്വയം അടിമയെപ്പോലെ വെച്ചു കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ, ഒരു ട്രാപ്പിലായിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിൽ നല്ലൊരു വചനമുണ്ട്. ഒരു സഹോദരൻ അങ്ങനെ അവനറിയാത്തൊരു തെറ്റിന് അങ്ങനെ അവൻ ട്രാപ്പിലാക്കപ്പെട്ടു. അപ്പോൾ അവനിങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴും ഈ വചനം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ വചനം പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ആ കുരുക്ക് ഒന്ന് അഴിഞ്ഞതുപോലെ ഉണ്ട് എന്ന് പറഞ്ഞു. അതായത് കുരുക്കിൻ്റെ അഴിയാൻ ചില വഴികൾ ദൈവം തുറന്നു കൊടുത്തു. അപ്പോൾ നിങ്ങൾ അങ്ങനെ പാപത്തിനടിമകളായി ചില കുരുക്കുകൾക്ക്, ചില കെണികൾക്ക്, ചില ട്രാപ്പുകൾക്ക് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഊരിപ്പോരാൻ പറ്റാത്ത വിധത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കതിൽ നിന്ന് ഊരിപ്പോരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റിയ വചനമാണ് സങ്കീർത്തനം 124:7-8. വേടൻ്റെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നാം രക്ഷപ്പെട്ടു, കെണി തകർന്ന് നാം രക്ഷപ്പെട്ടു. അതായത് ഇങ്ങനെ അമ്പെയ്യുമ്പോൾ കൊണ്ടില്ലെന്ന് പറഞ്ഞു പോകും. ഒരു പക്ഷിയെ അമ്പെയ്ത് വീഴ്ത്താൻ വേടൻ ഇങ്ങനെ അമ്പെയ്യുമ്പോൾ പക്ഷി ഇങ്ങനെ മൂവിങ് ആണല്ലോ, അപ്പം അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പറന്നുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടില്ല എന്ന് പറഞ്ഞ അമ്പ് ഇങ്ങനെ സൈഡിൽ കൂടി പോവും. അതുപോലെ വേടൻ്റെ കെണിന്ന് പക്ഷി എന്ന പോലെ നാം രക്ഷപ്പെട്ടു, കെണി തകർന്ന് നാം രക്ഷപ്പെട്ടു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം. അതിന്ന് വായിച്ചു കേട്ട പ്രതിവചന സങ്കീർത്തനം ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ വേടൻ്റെ സങ്കീർത്തനം 124:7-8 വേടൻ്റെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നാം രക്ഷപ്പെട്ടു, കെണി തകർന്ന് നാം രക്ഷപ്പെട്ടു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം. ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ ഞാനിപ്പോൾ പെട്ടിരിക്കുന്ന കെണിയിൽ നിന്ന് കർത്താവേ എന്നെ രക്ഷിക്കണമേ, അങ്ങനെ പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആരുടെ കെണിയിൽ അടിമയെപ്പോലെ അകപ്പെട്ടുവോ അവിടെ നിന്ന് കർത്താവ് നമ്മളെ രക്ഷിച്ച് കർത്താവിൻ്റെ കൂടെ നിർത്തും. അപ്പോൾ നമ്മൾ പറയണം, കർത്താവേ ഞാൻ നിൻ്റെ കൂടെ നിന്നോളാം. അങ്ങനെ ധൂർത്തപുത്രൻ പണമൊക്കെ മേടിച്ച് പോയില്ലേ, അവൻ ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ തൻ്റെ പിതാവിൻ്റെ അടുക്കൽ വന്ന് പിതാവിനോടൊപ്പം ചേർന്ന് അങ്ങനെ ജീവിച്ചു. ഇതാണ് ഇന്ന് നമുക്കങ്ങനെ അതിനുള്ളൊരു അവസരമാണ്. ഇന്നത്തെ ഒന്നാം വായനയിലും റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യത്തിൽ പാപത്തിൽ നിന്ന് മോചിതരായി നിങ്ങൾ
നീതിക്ക് അടിമകളായതിനാൽ ദൈവത്തിന് നന്ദി. അങ്ങനെ പറഞ്ഞ് അവസാനിക്കുന്നത്. പാപത്തിൽ നിന്ന് മോചിതരായി നിങ്ങൾ നീതിക്ക് അടിമകളായതിനാൽ ദൈവത്തിന് നന്ദി. നിങ്ങൾ കർത്താവിൻ്റെ കൂടെയാണെങ്കിൽ ദൈവത്തിന് നന്ദി പറയും. അതാണ് യഥാർത്ഥത്തിലുള്ള അടിമസമർപ്പണം, ജീവിതകാലം മുഴുവനുള്ള അടിമസമർപ്പണം. ചില ആളുകൾ ഭക്ഷണം പാനീയങ്ങളൊന്നും കഴിക്കാതെ അവർ ഒരു ദേവാലയത്തിൽ രാവിലെ മുതൽ ഇങ്ങനെ അടിമസമർപ്പണം ഇരുന്ന് പ്രാർത്ഥിക്കും. അതിന് കുറച്ച് വിൽ പവർ വേണം. ഒരു സെക്കൻഡുള്ള അടിമസമർപ്പണമില്ല. അങ്ങനെ ഒരു സമർപ്പണം കത്തോലിക്ക സഭയിലില്ല. ഒരു ദിവസത്തേക്കുള്ള അടിമസമർപ്പണമില്ല. ജീവിതകാലം മുഴുവൻ കർത്താവിൻ്റെ കൂടെ നിൽക്കാമെന്ന് വാക്കുകൊടുത്ത് മുന്നോട്ട് പോകാനാണെങ്കിൽ കൂടെ പോരും. അതാണ് മറിയം ചെയ്തത്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കിന് നിറവേറട്ടെ. അതാണ് ഈശോയും ചെയ്തത്. ഇവരെ നമ്മളെ കൂടെ പിടിക്കുമ്പോൾ നമ്മുടെ കത്തോലിക്ക സഭയുടെ സിലബസ് ഞായറാഴ്ച ആചരണം, കുമ്പസാരം, കുർബാന സ്വീകരണം, ബൈബിൾ വായിക്കുക, പഠിക്കുക, വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുക, കുടുംബ പ്രാർത്ഥന ചൊല്ലുക, കൽപ്പനകൾ പാലിക്കുക, ഇങ്ങനെ കത്തോലിക്ക സിലബസൊക്കെ ഫോളോ ചെയ്ത് കർത്താവിൻ്റെ കൂടെ നിൽക്കും. അതാണ് ഇന്നത്തെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്നത്. പാപ്പായുടെ അമ്മ പാപ്പായ്ക്ക് 9 വയസ്സുള്ളപ്പം മരിച്ചുപോയി. അതുകൊണ്ട് പിന്നെ മറിയത്തിന് സമർപ്പിച്ചു. അതുകൊണ്ട് തൻ്റെ സ്ഥാനാരോഹണ സമയത്തൊക്കെ എടുത്ത ആപ്തവാക്യം എല്ലാം അങ്ങേക്ക്, തോട്ടൂസ് തൂസ് എന്ന് പറയുന്ന വാക്കാണ്. അത് നെറ്റിൽ നിങ്ങൾക്ക് അടിച്ചു നോക്കാം. അത് അങ്ങനെ പറഞ്ഞ് എല്ലാം നിനക്ക് എന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് വെടിയുണ്ട ഏറ്റപ്പോഴും 1981 വെടിയുണ്ട ഏറ്റപ്പോഴും അത് മാതാവിങ്ങനെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ച അനുഭവം പാപ്പായ്ക്കുണ്ടായത്. നീ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നീ നിന്നെ തന്നെ കൊടുക്കുകയാണെങ്കിൽ, മറിയത്തോടൊപ്പം ചേർന്ന് കർത്താവിനെ നീ അടിമ സമർപ്പണം ചെയ്യുകയാണെങ്കിൽ കർത്താവ് നിൻ്റെ കാര്യം നോക്കിക്കൊള്ളും. അങ്ങനൊരു അനുഭവം നമുക്കുണ്ടാകട്ടെ. യേശുവേ നിൻ സ്നേഹമായി മാറിലണയാം ഞാൻ, ജീവനും എൻ ഭാരവും നിന്നിലേകാം ഞാൻ. ഇങ്ങനെ കർത്താവിൻ്റെ മാറിലോട് ചേർന്നിട്ട് അപ്പുറത്തേക്കുന്ന് മണം പിടിപ്പിച്ച് വരുന്ന പിശാചിനോട് ഞാനിപ്പോൾ വരാം എന്ന് പറയാൻ എങ്ങനെ ഉണ്ടാവും? കർത്താവിൻ്റെ മാറോട് ചേർന്ന് കിടന്നിട്ട് കണ്ണുകൊണ്ട് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ആംഗ്യം കാണിച്ച് അങ്ങനെ രണ്ടും തരത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്കത് പൂർത്തിയാക്കാൻ പറ്റില്ല. യേശുവേ നിൻ സ്നേഹമായി മാറിലണയാം ഞാൻ, ജീവനും എൻ ഭാരവും നിന്നിലേകാം ഞാൻ. മറിയമേ, അങ്ങ് ആ പരിപൂർണ സമർപ്പണം നടത്തിയത് വിജയത്തിലെത്തിച്ചതുപോലെ ഞങ്ങൾക്കും അവസാനം വരെ പരിപൂർണ സമർപ്പണം നടത്തി കർത്താവിനെ വിടാതെ അങ്ങനെ കൂടെ നിൽക്കാൻ ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ. സ്നേഹപൂർവം നൽകുന്നു നാഥ സർവവും കാൽത്താരിൽ കാണിക്കയാ, സ്വീകരിക്കണമേ നൈവേദ്യമാ, അനുഗ്രഹിക്കൂ ദേവാ സാമോദമാ. ഉയരുമേ കാസയിൽ അർച്ചനയാ, ഉയർത്തുന്നു ഞങ്ങൾ തൻ കൃത്തടവും, അലിവോടെ നാദാ സ്വീകരിക്കൂ, തിരുമുൽ കാഴ്ചയായി കൈക്കൊള്ളണേ. സ്നേഹപൂർവം നൽകുന്നു നാദ സർവവും കാൽത്താരിൽ കാണിക്കയാ, സ്വീകരിക്കണമേ നൈവേദ്യമാ, അനുഗ്രഹിക്കൂ ദേവാ സാമോദമാ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തൻ പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, സ്വതന്ത്ര മനസ്സോടങ്ങ് ദാനങ്ങൾ ആദരിക്കാൻ അനുഗ്രഹിക്കണമേ.
അങ്ങനെ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന അങ്ങേ കൃപയാൽ ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന അങ്ങേ രഹസ്യങ്ങൾ വഴി ഞങ്ങൾ നിർമ്മലരായി തീരുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നി അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യം മരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക്
കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ മാർപ്പാപ്പായോടും ഞങ്ങളുടെ ഇരുപതധ്യക്ഷനായ സഹായ രാജ്യമെത്രാനോടും വൈദിക ഗണങ്ങളോടുമൊത്തെ സഭയെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരി സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും മഹത്വവും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ
എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ വസ്തുക്കളുടെ പങ്കാളിത്തം ഞങ്ങൾക്ക് ഉപകരിക്കാൻ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങൾ ഇഹലോക നന്മകളാൽ സമ്പൂരിതരും പരലോക നന്മകളാൽ ഉദ്ബോധിതരുമായി തീരുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങേ
ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലി പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിൽ പാൽ നിറഞ്ഞ് തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു.